ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യലായിട്ട് നല്ലൊരു ഉള്ളി തീയലിൻ്റെ റെസിപ്പി നോക്കിയാലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തീയലിൻ്റെ റെസിപ്പിയാണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് ഇവിടെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ചെറിയ ഉള്ളിയും തേങ്ങയും ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ നമുക്ക് ആദ്യം തന്നെ ഒന്ന് വറുത്തെടുക്കണം. ഒരു പാനിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. കുറച്ച് ടൈം എടുത്തിട്ട് നമുക്ക് ഇത് നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ തേങ്ങ നന്നായിട്ട് ഇതുപോലെ കളർ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ കളർ മാറിയിട്ട് വേണം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. 2 ടൈപ്പ് മുളക് പൊടി, മല്ലിപ്പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികൾ വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം ഇതിൻ്റെ റോ ടേസ്റ്റ് മാറുന്നത് വരെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ റോ ടേസ്റ്റ് ഒക്കെ മാറി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒരു 5 മിനിറ്റ് കൂടെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം മിക്സി ജാറിലിട്ട് അരച്ചെടുക്കാം. ഒരു കടായിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് ചെറുള്ളി കട്ട് ചെയ്തതും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് വഴറ്റിയെടുക്കാൻ ആവശ്യത്തിന് കുറച്ച് ഉപ്പോടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ചെറുള്ളി നന്നായിട്ട് വഴന്നാലേ തീയലിന് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഉള്ളി കരിഞ്ഞ് പോകരുത്, അപ്പോൾ ടേസ്റ്റ് മാറും. ഇനി നമുക്ക് ഇതിലേക്കുള്ള പുളി പിഴിഞ്ഞെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഇതുപോലെ കൈ കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കൊടുക്കാം. നല്ല കറുത്ത പുളി എടുക്കുകയാണെങ്കിൽ തീയലിന് നല്ലൊരു കളർ കിട്ടുകയും ചെയ്യും, നല്ല പുളിയുമായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിം ഇട്ട് തന്നെ ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ പുളിവെള്ളത്തിൻ്റെ ഒരു കുത്തൽ മാറിക്കിട്ടണം. അതിനായിട്ട് 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ വറുത്ത് വെച്ച് അതിന് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സി ജാറിലിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. ആ ഒരു തേങ്ങയിൽ നിന്ന് എണ്ണ ഇറങ്ങിയിട്ട് വേണം അരഞ്ഞ് കിട്ടാനായിട്ട്. 2-3 പ്രാവശ്യം മിക്സിയിൽ നമുക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ അങ്ങ് അരഞ്ഞ് കിട്ടിക്കോളും. ഒരിക്കലും വെള്ളം ഒഴിച്ച് അരക്കരുത്. അപ്പോൾ കറിയുടെ ടേസ്റ്റും മാറും, കളറും മാറും. അതുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ട് എപ്പോഴും ആ തേങ്ങയിൽ നിന്ന് ഇറങ്ങുന്ന എണ്ണയിൽ തന്നെ അരച്ചെടുക്കണം. ഇനി ആ മിക്സഡ് ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളമാണ് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എല്ലാം ഒഴിച്ച് മിക്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. അതിനായിട്ടൊന്ന് 10 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തീയൽ ഇവിടെ റെഡി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളി തീയലാണ്. അപ്പോൾ നമ്മൾ ഈ സദ്യയിലൊക്കെ വിളമ്പുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ലൂസായിട്ടല്ല വെക്കുന്നത്, ഇത്തിരി തിക്കായിട്ടാണ് തന്നെ വെക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തീയലാണ്. ഇന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ എടുക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.